ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ സ്റ്റാർ ബസ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോണ എൻ്റെ വീടാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലോട്ടൊന്ന് പോവാം. അതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എൻ്റെ കുറച്ച് കാറൊക്കെ കാണിച്ചു. അപ്പോൾ ഫസ്റ്റ് എൻ്റെ വീടും എൻ്റെ മീനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. കയറുമ്പോൾ തന്നെ വാതിക്കെ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് വന്നിട്ടുണ്ടാവും. എൻ്റെ അമ്മ ട്യൂഷൻ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അമ്മ ട്യൂഷൻ എടുക്കുന്ന പിള്ളേരെ ഇരിക്കുന്ന ബെഞ്ച് സ്ഥലമൊക്കെയാണിത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ലൈറ്റും ഫാനൊക്കെ സെറ്റ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം വീഴാണ്ടിരിക്കാൻ പുറകിൽ സൺഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി അകത്തോട്ട് പോവാം. അതിനപ്പോൾ നമുക്ക് ഇന്ന് പുറകിലെ സ്ഥലം കാണാം. അപ്പം ഇതാണ് എൻ്റെ സൈക്കിള്. അപ്പോൾ ഞാനൊന്ന് പുറകെ മാറ്റി കാണിക്കാം. ചെയിനും തെറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സൈക്കിള്. 7 ഗിയറുള്ള സൈക്കിളാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സൈക്കിളാണ്. അപ്പോൾ നമുക്കിനി എൻ്റെ പുറകെ. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്യാരേജ്, അതായത് എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇതൊരു അടുക്കളയാക്കി സെറ്റാക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഞാൻ സൈക്കിളൊന്ന് കയറ്റി വെച്ചിട്ട് അകത്തോട്ട് പോവാം. നമുക്കിനി അകത്തോട്ട് പോവാം. അതിന് മുമ്പ് ഇതാണ് ഞങ്ങളുടെ പൂജാ റൂം. ഞങ്ങൾ കൃഷ്ണനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ CCTV ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ CCTV. ഇതാണ് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഞാൻ. ഇതാണ് ഞങ്ങളൊരു ഫോട്ടോ ഗൈസ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിള്. അപ്പോൾ നമ്മൾ വാതിക്കയിലോട്ട് പോവുകയാണ്. വാതിക്കയിലൊരു നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഓടിയുടെ പോലത്തെ ലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് എൻ്റെ കാറിലോട്ട് പോവാം. എൻ്റെ കാറെന്ന് പറയുവാണെങ്കിൽ ആദ്യത്തെ കാർ ഏതാന്ന് പറഞ്ഞാൽ എൻ്റെ RC കാറാണ്. ഈ RC കാർ ഞാൻ വാങ്ങിച്ചത് എവിടെയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വൈക്കത്ത് അഷ്ടമി വന്നപ്പോൾ അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് ഒരു 1500 അത്ര ഏതാണ്ടായി. അപ്പം ഇതിന് പുറകിൽ സ്മോക്കൊക്കെ പോകും ഗൈസ്. നല്ല അടിപൊളി RC കാർ തന്നെയാണ്. അത്യാവശ്യം ഒരു ഓഫ് റോഡൊക്കെ പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇത് നല്ലൊരു വണ്ടിയാണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു അംബാസിഡറാണ് ഗൈസ്. അപ്പം ഇതൊരു ക്ലാസിക് ആയിട്ടുള്ളൊരു അംബാസിഡറാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ടൗൺ തന്നെ. നമ്മുടെ കൊച്ചിക്കോല ടൗണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 300 സംതിങ് എന്തോ ആണ്. അപ്പോൾ അടുത്തതായിട്ട് ഒരു ബുഗാട്ടിയാണ്. പുതിയ മോഡൽ ബുഗാട്ടി. അപ്പോൾ ഇത് ഞാൻ കുറേ വഴക്കുണ്ടാക്കി വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ വൈക്കത്തോല കമ്മത്ത് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ വില വന്നിരിക്കുന്നത് 220 ആണ്. ഇതിൻ്റെ ഡോറൊക്കെ ഓപ്പണബിളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ഡോറൊക്കെ ഓപ്പണബിളാണ്. പിന്നെ ഈ ഒരു കാർ ഇതൊരു ഹോട്ട് വീൽസ് ആണ് ഗൈസ്. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വൈക്കത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ അടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതും ഒരു ഹോട്ട് വീൽസ് പോലത്തെ ഒരു കസ്റ്റമർ വണ്ടിയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഡോഡ്ജ്. അപ്പോൾ ഇതൊരു റിയൽ ഹോട്ട് വീൽസ് ആണ്. അപ്പോൾ ഇതിന് കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ലുലു മാളിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ എൻ്റെ മീനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു റീചാർജബിൾ ഫാനാണ്. അപ്പം അതിൻ്റെ കൂടെ 3 മോഡ് ഫാനുണ്ട്. ഒന്നാമത്തെ പവർ, രണ്ടാമത്തെ പവർ, മൂന്നാമത്തെ പവർ. നല്ല കാറ്റുണ്ട്. ഒരു വട്ടം കൂടി വെക്കുകയാണ് വീട്. പിന്നെ നമ്മുടെ ഉള്ളതെന്ന് പറഞ്ഞാൽ LED ഉണ്ട്. അത് വേണ്ടിയിട്ടുണ്ട്. പിന്നെ രാത്രിയിലെ ടേബിളിലൊക്കെ ഈ ഫാൻ നമുക്ക് വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് ലൈറ്റ് വേണമെങ്കിൽ അത് വയ്ക്കാം. പിന്നെ കുഞ്ഞു പിള്ളേരുള്ള വീട്ടിൽ ഇത് വെക്കാം. ഇത് റീചാർജബിൾ ആണ്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന സൂറുമി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു അവരുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഈ സാധനം ഇംബെക്സിൻ്റെ ആണ് കേട്ടോ. ഇംബെക്സിൻ്റെ സാധനമാണ്. അപ്പോൾ ഒരു നല്ല സാധനമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മീനിലോട്ടൊക്കെ പോവാം. ഇതാണ് ഗൈസ് എൻ്റെ മീൻ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. ഇതിനകത്ത് കുഞ്ഞുങ്ങളാണ്, ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇതാണ് എൻ്റെ ഗപ്പി ടാങ്ക്.
എൻ്റെ ഗപ്പി ടാങ്ക്. ഇതിനകത്ത് മിക്സ്ഡ് ഗപ്പിയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇതാണ് എൻ്റെ അക്വേറിയം ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഗോൾഡ് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ എനിക്കൊരു വലിയൊരു അക്വേറിയം ഉണ്ടായിരുന്നു ഗൈസ്. അത് ചെറുതായിട്ട് വെക്കാൻ മീനൊക്കെ ചത്തുപോയ കാരണം നമ്മളത് മാറ്റി. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അക്വേറിയം. ഗൈസ് അപ്പം എൻ്റെ ഒരു ചെറിയൊരു വീടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു വീട്. അപ്പോൾ ചെറിയൊരു വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ കമൻറ്റ് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഇത് കണ്ടോ, ഇതൊക്കെ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയേക്കണേ, എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയേക്കണ എൻ്റെ ട്രോഫികളാണ്. പൊക്കത്തെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോ ഉണ്ട്. പിന്നെ ഇതൊക്കെ കിട്ടിയ എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയേക്കണ ഫുൾ ട്രോഫി എനിക്ക് കിട്ടിയേക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.